കണ്ണൂരിൽ വിവാദമായ കല്ലറ നാളെ തുറക്കും. മൃതദേഹത്തിനൊപ്പം അപൂർവ വസ്തു കണ്ടെത്തിയ ഇരിട്ടി വാണിയപ്പാറ ഉണ്ണിമിശിഹ പള്ളിയിലെ കല്ലറയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി നാളെ തുറക്കുക. കല്ലറ തുറക്കാൻ RDO അനുമതി നൽകി. വിവരങ്ങളുമായി മിഥുൻ പിള്ള ചേരുന്നു. മിഥുൻ, കണ്ണൂരിൽ ഏറെ വിവാദമായ കല്ലറ നാളെ തുറക്കുകയാണല്ലോ. RDO അതിന് അനുമതി നൽകിയിട്ടുണ്ട്, പറയൂ. ഗോപിക, നാളെ ഏതാണ്ട് രാവിലെ 9 മണിയോടുകൂടി തന്നെ വാണിയപ്പാറ ഉണ്ണിമിശിഹ പള്ളിയിലെ വിവാദമായ കല്ലറ തുറക്കാൻ തന്നെയാണ് ഇപ്പോൾ അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത്. നാളെ രാവിലെ ഏതാണ്ട് 9 മണിയോടുകൂടി ഇതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. കഴിഞ്ഞ ദിവസം ഈ പള്ളിയിൽ ചേർന്ന യോഗത്തിൽ ഉൾപ്പെടെ ഈ ഒരു കല്ലറ തുറന്നു പരിശോധിക്കണമെന്നൊരു ആവശ്യം ഉയർന്നിരുന്നു. മാത്രമല്ല, ഇത് FIR ഇട്ട് അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ തുടർച്ചയെന്നോണം തന്നെയാണ് ഈ കല്ലറയ്ക്കുള്ളിലുള്ളത് മൃതദേഹമാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു പരിശോധന നാളെ നടത്തുന്നത്. ഏതായാലും ഫോറൻസിക് ഉദ്യോഗസ്ഥരും മറ്റ് ശാസ്ത്രീയ പരിശോധന നടത്താൻ ആവശ്യമായ എല്ലാ ഉദ്യോഗസ്ഥരും നാളെ 9 മണിയോടുകൂടി തന്നെ പള്ളിയിലെത്തും. അതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകും. വളരെ പെട്ടെന്ന് തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഈ കല്ലറ തുറക്കുന്നതോടുകൂടി കഴിഞ്ഞ 11 ദിവസമായി തുടരുന്ന വിവാദങ്ങൾ കൂടി അവസാനിക്കും, അല്ലെങ്കിൽ ദുരൂഹതകൾക്ക് കൂടി ഒരു അവസാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ കല്ലറയ്ക്കുള്ളിലുള്ളത് മൃതദേഹമാണോ, ആ മൃതദേഹമാണെങ്കിൽ ആരുടെ മൃതദേഹമാണ് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതിന് ഈ ആരോപണ വിധേയരായ അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ച ആളുകളുടെ കുടുംബങ്ങളിലെ ആളുകളുടെ DNA സാമ്പിളുകൾ ഉൾപ്പെടെ ശേഖരിച്ചുകൊണ്ട് പരിശോധന അടക്കം നടത്താനാണ് ഇപ്പോൾ നിലവിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും നാളെ ഉച്ചയോടുകൂടി തന്നെ ഈ കല്ലറ തുറന്നുള്ള പരിശോധന പൂർത്തിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 11 ദിവസത്തോളം നീണ്ട ദുരൂഹത കൂടി അവസാനിക്കുന്ന ഒരു സാഹചര്യം കൂടിയായിരിക്കും നാളെ ഉണ്ടാവുക. ഗോപിക, ശരി. മിഥുൻ പിള്ളയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.